കൊച്ചി വന്നതിൽ പിന്നെ മുടി ഏത് വഴിക്കാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇത് കണ്ടോ, എൻ്റെ മുടി ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കണ്ടോ മുടി കയറിയത് കണ്ടോ. വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. ഇങ്ങനെ തോർത്തിയാൽ എങ്ങനെ മുടി പോവാതിരിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ദിവസവും ഇതുപോലെ ഓൺ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഓൺ എന്നുള്ള ഇതുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ ഫുൾ. എനിക്ക് തോന്നുന്നു ചിലപ്പം ഇതിന്റെ കുഴപ്പമല്ലായിരിക്കും. ഒരു മാസത്തോടെ ഞാൻ ഇത് യൂസ് ചെയ്യും, എന്നിട്ട് ഇതിന് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയും. ഓക്കെ, ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മറ്റേത് ചെയ്ത് മറിച്ചത് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ എന്തിനാ? ഉള്ളത് എങ്ങനെയും സൂക്ഷിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ച കഞ്ഞിവെള്ളം കുറച്ച്, അധികം വേണ്ട, കുറച്ച് മതി അത്രയും കുറച്ച്, അത്ര മതി, അത് തന്നെ ധാരാളം. ജെന്യുവൻ റിവ്യൂ ആയിരിക്കും ഒരു 1 മന്തിനുള്ളിൽ ഞാൻ ഇത് പറയുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോ ഇപ്പൊ സമയം എന്ന് വെച്ചാൽ 10:58 മാർച്ച് 7-ാം തീയതി ശനിയാഴ്ച ദിവസം. ഇപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. 2 ആഴ്ചയായിട്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം ഓഫീസിൽ പോകുമ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പോൾ 2 ആഴ്ച ഒന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യാന്ന് വെച്ചു. അങ്ങനെ അത് കഴിയാറായി. ഇപ്പൊ നാളെ ഞായറാഴ്ച തിരിച്ചു പോകണം. അതാണ് ഇപ്പൊ ഒരു സങ്കടം. പിന്നെന്താ പറയാ, ഈ വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സെൽഫ് കെയർ. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ ജോലി ചെയ്ത് അങ്ങനെ സമയം ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയം കിട്ടുന്നില്ല. എന്നാൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹെയറിന്റെ കാര്യം തന്നെയാണ്. ഇപ്പൊ കൊച്ചി വന്നതിൽ പിന്നെ മുടി ഏത് വഴിക്കാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇത് കണ്ടോ, എൻ്റെ മുടി ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ മുടി മിക്കതും പോയി, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ മൊട്ടയാവും. ഒരു 23-24 വയസ്സാകുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ 30 ആകുമ്പോൾ എന്തുമായിരിക്കും? ഒരു വക കാണില്ല. സോ ഐ തിങ്ക് ഇതെങ്ങനെയും ഒന്ന് നിർത്തണം. അങ്ങനെ ഞാൻ ഓർത്ത്, എന്ന് വെച്ചാൽ പരസ്യത്തിലും പ്രൊമോഷനും അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. ഈ ആൽപ്സ് ഗുഡ്നെസ് എന്ന് പറയുന്ന സംഭവം കുറെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്ത് മേ ബി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെ വർക്കൗട്ട് ആവുമോ എന്ന്. ഒരു 1 മന്തായി ഞാൻ ഇത് യൂസ് ചെയ്യുന്നു. ബോട്ടിൽ തീരാറായി, പക്ഷേ നോ റിസൾട്ട്. മേ ബി ഇതിന്റെ കുഴപ്പമല്ലായിരിക്കാം. ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുമ്പം എല്ലാ ദിവസവും ഇതുപോലെ ഓൺ ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ ഓൺ എന്നുള്ള ഇതുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ ഫുൾ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ഞാൻ ചെയ്യുന്നതല്ല, ഇത് മുടി കൂടുതൽ പൊഴിയുക. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, കുറെ മുടി ഞാൻ കളഞ്ഞു, ഇപ്പൊ പിന്നെയും മുടി പൊക്കോണ്ടിരിക്കുക. കണ്ടോ, നല്ല രീതി പിന്നെയും കണ്ടോ മുടി പൊക്കോണ്ടിരിക്കുക. സോ എനിക്ക് തോന്നുന്നു ചിലപ്പം ഇതിന്റെ കുഴപ്പമല്ലായിരിക്കും. മേ ബി എന്റെ തലയിൽ നല്ല താരനുണ്ട്. എങ്ങനെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചാൽ, പക്ഷെ ഇങ്ങനെ വെച്ചാൽ എന്റെ താരം മിക്കതും പോകത്തില്ല. ഇങ്ങനെ വലിച്ചെടുക്കണം. മേ ബി എങ്ങനെ ഞാൻ കാണിക്കാം. എന്ന് വെച്ചാ നല്ല താരം എന്ന് വെച്ചാൽ ഭയങ്കര താരൻ. മേ ബി ഇത് അടിച്ചോണ്ട് വെള്ളം നനവ് കൊണ്ടുകൊണ്ട് ഇപ്പൊ കാണാൻ ചാൻസ് കുറവാണ്, കാരണം കുഴഞ്ഞു കിടക്കും. അപ്പൊ അകത്ത് നല്ല താരനാണ്. ഈ താരം കളയാതെ എനിക്ക് തോന്നുന്നു ഇതൊന്നും യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആദ്യം നമ്മുടെ തലയോട്ടി നല്ല ക്ലീൻ ആയിരിക്കണം, അല്ലേ? എന്നിട്ട് ഇതൊക്കെ യൂസ് ചെയ്താലേ എനിക്കൊന്നും എഫക്റ്റ് ഉണ്ടാവത്തുള്ളൂ. മേ ബി എഫക്റ്റ് ഉണ്ടായാൽ ഈ താരം കളയുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പണി. സാധാരണ ഞാൻ ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ പണ്ട് കൊച്ചിലൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ എന്താ ചെമ്പരത്തി, അല്ലേ? ആ ചെമ്പരത്തിയും കഞ്ഞിവെള്ളവും ഇതൊക്കെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് മിക്സ് അടിച്ച് ഒരു 1-1.5 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, മാക്സിമം അരമണിക്കൂർ തലേന്ന് തേച്ച് ഒന്ന് കഴുകി കളഞ്ഞാലുണ്ടല്ലോ, പിന്നെ സെറ്റാ. ആ താരൻ അത്രയും പോവും. അതൊരു ആഴ്ച 2 ദിവസം വെച്ച് ചെയ്യുവാണെങ്കിൽ തന്നെ, ആഴ്ചയിൽ 1 ദിവസം ആണെങ്കിലും മതി, പക്കയാവും. പക്ഷെ നമുക്ക് ഇവിടുന്ന് സമയം അതില്ല. പക്ഷെ നമ്മൾ ഇപ്പം ഇതൊന്നും നോക്കിയില്ലെങ്കിൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മറ്റേത് ചെയ്ത് മറിച്ചത് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ എന്തിനാ? ഉള്ളത് എങ്ങനെയും സൂക്ഷിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? സോ ഞാൻ ഓർത്തു ആദ്യം താരനെല്ലാം ഒന്ന് കളഞ്ഞ് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഒരു മാസത്തോടെ ഞാൻ ഇത് യൂസ് ചെയ്യും, എന്നിട്ട് ഇതിന് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയും. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആക്കാം, അല്ലേ? ബാ
ഗൈസ്, അപ്പോൾ നമ്മളൊരു ഡപ്പ എന്തെങ്കിലും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഡപ്പയിൽ നമുക്ക് ചെമ്പരത്തി പറിക്കണം. സുഖമാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്, നല്ല വെയിലുണ്ട്. അപ്പം എൻ്റെ ദൈവമേ, അങ്ങനെ നമ്മളിതാ ചെമ്പരത്തി പറിക്കാൻ പോകുന്നു. ചെമ്പരത്തി ഇഷ്ടംപോലെ ഉണ്ട്, വീട്ടിൽ കുറേ ചെമ്പരത്തി ഉണ്ട്. അപ്പം ചെമ്പരത്തി എങ്ങനെയും പറിച്ച് എങ്ങനെയൊരു മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ബാ, അങ്ങനെ ഒരു പുഴുങ്ങിയൊരു എക്സ്പ്രഷൻ ഇട്ടു. ഇനിയും ചെമ്പരത്തി പറിക്കാം. ഇടയ്ക്ക് പട്ടി കുരയ്ക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് മ്യൂട്ട് ചെയ്യാന്ന്, പിന്നെ ഓർത്തു കിടക്കട്ടെ, നമ്മുടെ പട്ടിയല്ലേ. അങ്ങനെ ഞാൻ കൂടുതലിപ്പോൾ ഇലയാണ് പറിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പൂടം വേണം എന്ന് വെച്ചാൽ ചെമ്പരത്തി ഇല, അതിൻ്റെ പൂവ്, പിന്നെ കഞ്ഞിവെള്ളം എന്ന് പറയാം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇത് മൂന്നൂടെ ഇട്ട് മിക്സിയിലിട്ട് അടിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. സോ നമുക്ക് പണി തുടങ്ങാം. അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മൾ ഏകദേശം എല്ലാം പറിച്ചു. അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായി. അതുകൊണ്ട് ഇത്രയാണ് ഞാനിപ്പോൾ പറിച്ചെടുത്ത്, അതിൻ്റെ പൂവും ഇലയെല്ലാം അവിടെ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചൊന്ന് സെറ്റാക്കണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. സോ അത് തുടങ്ങാം, ബാ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. ഇതാണ് നമ്മൾ പറിച്ച കാര്യങ്ങൾ, പൂവും അതിൻ്റെ ഇലയെല്ലാം അവിടെ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ കഞ്ഞിവെള്ളം, ഇതാണ് മെയിൻ പുള്ളി. കുറച്ച് താഴോട്ട് പോയി, അയ്യോ, ഇനി അത് തുടക്കണമല്ലോ. അത് കുഴപ്പമില്ല, സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെന്തിനാണ് പിന്നെയും കാണിക്കുന്നത്? ജസ്റ്റ് ഒഴിക്കാൻ വേണ്ടി. ഓക്കെ, ഒഴിച്ചു. അത്രയൊന്നും വേണ്ട, ചുമ്മാ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി അത്ര ഒഴിച്ചതേ ഉള്ളൂ. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇത് മൂന്നൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്യുക, മിക്സിയിലിട്ട് അരയ്ക്കുക, അത്രേ ഉള്ളൂ പരിപാടി. കഞ്ഞിവെള്ളമൊക്കെ പിന്നെയും ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ എടുക്കുന്നു, കഞ്ഞിവെള്ളം കുറച്ച് ഒഴിക്കുന്നു. പക്ഷെ ഇതിൽ നമ്മൾ ഫുൾ ഒഴിക്കുന്നില്ല, ചുമ്മാ കാണിക്കാൻ വേണ്ടി ഒഴിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ പുള്ളിയാണ് നമ്മുടെ ജാറിലോട്ട് നമ്മുടെ ഇലകളും കാര്യങ്ങളും എല്ലാം ഇടുന്നു. ഇട്ടുകൊണ്ടിരിക്കുന്നു. വീഴുന്നില്ലേ? വീണു. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ട്, അത് വിട്ടു. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ച കഞ്ഞിവെള്ളം കുറച്ച്, അധികം വേണ്ട, കുറച്ച് മതി അത്ര കുറച്ച്, അത്ര മതി, അത് തന്നെ ധാരാളം. സെറ്റായിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടി സെറ്റ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റേജ്, എല്ലാവരും ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച്, അല്ല നമ്മൾ പറയത്തില്ല, എന്തുവാ ഒരു വാക്ക് പറഞ്ഞാൽ മറന്നുപോയി, ആ രീതിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയിലാണ്. സോ എല്ലാം ഒന്ന് അരച്ചെടുത്ത് സെറ്റാക്കട്ടെ, ബാ. ഇനി നമ്മുടെ അടുത്ത കലാപരിപാടി വേറൊന്നുമല്ല, നമ്മൾ അരിച്ചെടുത്ത്, പൂ പോലെ അരിച്ചെടുത്ത്, എന്താ പറയേണ്ടത്, പേരും മറന്നുപോയല്ലോ ദൈവങ്ങളെ, ചെമ്പരത്തിയും പൂവും കഞ്ഞിവെള്ളോടെ അടിച്ചെടുത്ത് സെറ്റാക്കി വെച്ചത് നമ്മൾ പാത്രത്തിലോട്ട് സെറ്റാക്കി ഒഴിച്ചു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിന് തലയിൽ തേക്കുക, തലയിൽ തേച്ച് ഒരു അരമണിക്കൂർ വെക്കുക, അത്രേ ഉള്ളൂ ഇനി പരിപാടി. സോ നല്ല ഉറക്കമായിരുന്നു. നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല. ചെമ്പരത്തി ഇടുക, ചെമ്പരത്തി പൂവുണ്ട്, പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം, അത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിൽ ബെസ്റ്റ്. അത് വെച്ച് മിക്സിയിലിട്ട് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അത് കഴിഞ്ഞ് കഴിച്ചു, ഉറങ്ങിപ്പോയി. ഇനി അതൊന്ന് പരീക്ഷിക്കണം. പരീക്ഷിക്കാനൊന്നും ഇല്ല, അത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് വിജയിച്ചിട്ടുള്ളതാണ്. സോ നമ്മുടെ അടുത്ത സ്റ്റേജാണ് ഇത്, തലേ തേക്കുക. വേറെ ഇനി പണിയൊന്നുമില്ല, തലേ തേക്കുക, നല്ല രീതി എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. കാരണം എല്ലായിടത്തും തേച്ച് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ അത്രയും വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം താരൻ ഒരു 90% നമുക്ക് കളയാൻ പറ്റും. കാരണം നമ്മൾ കൊച്ചിലോട്ട് ഇത് ചെയ്തതാണ്. നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലം ഒന്ന് മാറ്റി നമ്മൾ വാഷ്റൂമിലോട്ട് വന്നു. കാരണം ഇനിയും ഇത് ഫുള്ള് നിലത്ത് വീണ പിന്നെ അത് ഞാൻ തന്നെ കഴുകേണ്ടി വരും. സോ ഞാൻ ഓർത്തു ഇവിടെ കയറ്റി ഫുള്ളൊന്ന് സെറ്റാക്കി ഒരു മസാജും കൊടുത്ത് തലയെ ഫുള്ള് സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പം ഇതിനെയും ഫുള്ളും തലയിലും തേച്ച് പിടിപ്പിച്ച് എല്ലായിടത്തും നല്ല രീതിയിൽ മസാജ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് കൊടുക്കാം.
ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് അതിന് ധാരാളം. കണ്ടോ മുടി കയറിയത് കണ്ടോ? വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. എങ്ങനെയെങ്കിലും തിരിച്ച് കിളിപ്പിച്ചെടുപ്പിക്കണം, അതാണ് ടാസ്ക്. ഇല്ലെങ്കിൽ പണി പാളും. കണ്ടോ മുടി കണ്ടോ? എല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെയ്യെ ഓരോന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ബൈ. അങ്ങനെ കഴിഞ്ഞ 45 മിനിറ്റുകൾക്ക് ശേഷം നമ്മളെല്ലാം സെറ്റാക്കി കഴുകി വൃത്തിയാക്കി മുടി നല്ല കുട്ടപ്പനാക്കി എടുക്കണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. സോ ഒന്ന് സെറ്റാക്കിയിട്ട് മുടി ഒന്ന് കഴുകട്ടെ. അങ്ങനെ അവസാനം ഒരു കുളി പാസ്സായി. ഇനി ജസ്റ്റ് നോക്കിയേ, താരൻ പോയെന്നാണ് എൻ്റെ വിശ്വാസം. ഏകദേശം എല്ലാ താരനും പോയി. ഇപ്പം നനഞ്ഞിരിക്കുകയാണ്. ഒന്ന് തോർത്തിയിട്ട് എന്നാലും നമുക്ക് നോക്കാം. ഇങ്ങനെ തോർത്തിയാൽ എങ്ങനെ മുടി പോവാതിരിക്കും? അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നോക്ക്, താരനെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ടാവും. കണ്ടോ? അപ്പോൾ നമ്മുടെ മെഡിസിൻ അല്ല, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്, ഞാൻ ഇടയ്ക്ക് പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, കുറേ നാളായി ചെയ്തിട്ട്. അപ്പോൾ നമ്മളെ തന്നെ ഇടയ്ക്ക് കെയർ ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എത്രത്തോളം നമ്മളെ പരിപാലിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ 7 മാസമായി, 7 മാസം ജോലിക്ക് കയറി. അപ്പം ആ സമയം എന്നെ ഞാൻ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. മേ ബി ഫുഡ് കഴിക്കുമായിരിക്കും. ആ ഫുഡ് കഴിച്ചാലും ടെൻഷൻ കാരണം പല രീതിയിൽ അത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര ഡൗൺ ആണ്. സോ നമ്മളെ തന്നെ കെയർ ചെയ്യുക. ഞാൻ ഓർക്കുന്നു ഇനി എന്തായാലും മുന്നോട്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ നമ്മളെ തന്നെ സെൽഫ് കെയർ ചെയ്യുക. അതിപ്പോൾ എന്തൊക്കെ ആയിക്കോട്ടെ, നമുക്ക് നമ്മളെ ഉള്ളൂ അവസാനം. സോ എല്ലാം ഇങ്ങനെ അത് ഞാൻ ഓർത്തു വന്നാൽ പിന്നെ അങ്ങനെ തുടങ്ങാം. ഒന്നേന്ന് പറഞ്ഞെല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അതായിരുന്നു ഇന്നത്തെ വ്ളോഗ് എല്ലാം. സോ ഈ ആപ്സ് ഗുഡ്നെസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് 1 മന്ത് യൂസ് ചെയ്തു. ഇതിന് പ്രത്യേകിച്ച് റിസൾട്ടും കാര്യങ്ങളും ഒന്നും എനിക്ക് വന്നിട്ടില്ല. കൂടുതലും മുടി പോയോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മേ ബി ഞാൻ ഓർക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ തലയിലുള്ള താരൻ കൂടുതൽ കാരണമായിരിക്കാം ഇത് മേ ബി വർക്കൗട്ട് ആവാഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് പോയെന്ന് പറയാൻ പറ്റില്ല, കാരണം 90% പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പം ഇത് തീരാറായി. ഇപ്പോൾ കൊച്ചി ചെന്നിട്ട് ഒരു ബോട്ടിലൂടെ മേടിക്കണം. ആ ഒരു ബോട്ടിൽ ഞാൻ കറക്റ്റ് 1 മന്ത് യൂസ് ചെയ്യും. ആ 1 മന്ത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. ഒരു ജെന്യുവൻ റിവ്യൂ ആയിരിക്കും ഒരു 1 മന്തിനുള്ളിൽ ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും വേണം ഇത് മേടിക്കണം. ഇത്രത്തോളം പ്രൊമോഷനും കാര്യങ്ങളെല്ലാം നമ്മൾ പലയിടത്തും കാണുന്നതാണ്. അപ്പോൾ ഇത് മേടിച്ചിട്ട് വല്ല യൂസ് ഉണ്ടോ എന്ന് നമുക്ക് അപ്പോൾ അറിയാമല്ലോ. ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. അതുവരെ നമുക്കിനിയും അടുത്തൊരു വ്ളോഗിൽ കാണാം. സി യു ഗൈസ്, ബൈ.